ഒരു വലിയ കല്ലെടുത്ത് ഈ പാറയിൽ കൊത്തിവെച്ചിട്ടുള്ള ശിലയുടെ മുഖം അടിച്ചു തകർത്തു. അടുത്ത നിമിഷം അതിൽ നിന്ന് മണൽ വരാൻ തുടങ്ങി. ഇത് കണ്ട് മറ്റുള്ളവരും വലിയ കല്ലെടുത്ത് എല്ലാ ശിലകളും അടിച്ചു തകർക്കാൻ തുടങ്ങി. അങ്ങനെ അതിൽ നിന്നെല്ലാം മണൽ വന്നപ്പോൾ അവിടെ ചാഞ്ഞു കിടന്നിരുന്ന ഈ പാറക്കല്ലുകളെല്ലാം ഒരുമിച്ച് കൂടാൻ തുടങ്ങി. അതൊരു വലിയ തോണായി മാറി. ആ നിമിഷം തന്നെ അവരെല്ലാവരും താഴേക്കും വീണു. അവിടെ നിറയെ പടിക്കെട്ടുകളായിരുന്നു. അതെല്ലാം അല്പാൽപമായി ഉള്ളിലേക്ക് പോവുകയാണ്. ഇത് കണ്ട് അവരെല്ലാവരും എണീറ്റ് വളരെ വേഗത്തിൽ ഓടാൻ തുടങ്ങി. പക്ഷെ എത്ര വേഗത്തിൽ ഓടിയിട്ടും പടികളെല്ലാം ചുവരിലേക്ക് പോയി അവർ ആ വെള്ളത്തിലേക്ക് വീണു. പക്ഷെ വെള്ളത്തിന് ആഴമില്ലാത്തത് കൊണ്ട് അവർക്കൊന്നും പറ്റിയില്ല. അങ്ങനെ അവർ ആ വെള്ളത്തിന്റെ ദിശ നോക്കി നടന്നതും അവരൊരു ഗുഹയിലെത്തി. അവിടെ നിറയെ സ്വർണ്ണങ്ങളും വൈരങ്ങളുമായിരുന്നു. എല്ലാവരും സ്വർണ്ണങ്ങൾ എടുക്കാൻ നോക്കുമ്പോൾ ഈ ഒരാൾ മാത്രം അടച്ചിട്ട് ഒരു വാതിലിന് മുന്നിൽ നിന്നുകൊണ്ട് ഇതെങ്ങനെ തുറക്കാമെന്ന് ആലോചിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലായി. അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ക്രിസ്റ്റൽ എടുത്ത് ആ വാതിലിന് മുകളിൽ വെച്ചതും അത് തനിയെ തുറക്കാൻ തുടങ്ങി. നോക്കുമ്പോൾ അതിനുള്ളിലായി ഒരു വലിയ സ്വർണ്ണക്കോട്ട തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല എല്ലായിടത്തും ക്രിസ്റ്റൽ രൂപത്തിലുള്ള അസ്ഥികൂടങ്ങളും ഉണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു അസ്ഥികൂടത്തിന് മാത്രം തലയുണ്ടായിരുന്നില്ല. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ക്രിസ്റ്റൽ അതിന് നേരെ കാണിച്ചതും അത് അതിന്റെ തലയായി മാറി.